ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചൗചൗവും നുറുക്ക് ഗോതമ്പും കൊണ്ടൊരു കിച്ചടിയാണ്. അതിനായിട്ട് ഒരു ചൗചൗ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തോല് ചെത്താതെ തന്നെയാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതിപ്പോൾ ഒരു അരക്കപ്പ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നുറുക്ക് ഗോതമ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. 1 കപ്പ് അളവെന്ന് പറയുമ്പോൾ 125 ഗ്രാമാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പകുതി സവാള അരിഞ്ഞതും 1 ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ചൂടായ ഉടൻ തന്നെ നമുക്ക് കുറച്ച് നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യൊക്കെ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ 2 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊരിച്ചെടുക്കണം. കടലപ്പരിപ്പിൻ്റെ നിറമെല്ലാം മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഉത്തമമാണ്. സവാളയെല്ലാം നല്ലതുപോലെ വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള വേറെ പച്ചക്കറികൾ ഇഷ്ടമാണെങ്കിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ കുറച്ചിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗോതമ്പെല്ലാം നല്ലതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗചൗവാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ചൗചൗവിന് ചെറിയ ഒരു കറ ഉണ്ടാവും. അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ ജ്യൂസൊന്നും പോവാത്ത രീതിയിലാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൗചൗവിൽ നിന്നുള്ള വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമുക്ക് ഏകദേശം വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് ഗോതമ്പിന് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 3/4 ഗ്ലാസ് ചൂടുവെള്ളമാണ്. കാരണം നമ്മൾ ഗോതമ്പെല്ലാം നല്ലതുപോലെ വറുത്ത് വെച്ചിരിക്കുന്നതിനാൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. കിച്ചടിയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. തണുത്ത വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ കിച്ചടി കുഴഞ്ഞ് പോകുന്നതാണ്. ഇനി ഒന്ന് 2 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കിച്ചടിയൊക്കെ വളരെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, ഒരിക്കലും തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മുടെ ചൗചൗ കൊണ്ടുള്ള കിച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.